ഹലോ ഫ്രണ്ട്സ്, നിങ്ങൾ എന്ത് പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിക്കോട്ടെ, നിങ്ങൾക്ക് കുറച്ച് നാൾ കഴിഞ്ഞ ഒരു എക്സാം ഉണ്ട് എന്ന് നിങ്ങൾ അറിയുകയാണ്, അല്ലെങ്കിൽ കുറച്ച് ദിവസത്തിന് ശേഷം ഒരു എക്സാം ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത് എന്താ? ഞാൻ ഇനിയെങ്കിലും പഠിക്കണം, ഇത്ര ദിവസം കളിച്ചതൊക്കെ ഉഴപ്പിയിട്ട് മാറ്റിയിട്ട് ഇനിയെങ്കിലും നന്നായിട്ടൊന്ന് പഠിച്ചിട്ട് ആ പരീക്ഷയ്ക്ക് നല്ല മാർക്ക് മേടിക്കണം എന്നൊക്കെയല്ലേ നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത്. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് നല്ല ബോധമുണ്ട്, എല്ലാം സമ്മതിച്ചു. പക്ഷേ എനിക്ക് അങ്ങോട്ട് പഠിക്കാൻ കഴിയുന്നില്ല, എനിക്ക് പഠിക്കാനായിട്ടുള്ള മൂഡ് വരുന്നില്ല, ഇല്ലെങ്കിൽ എന്താ പറയുക, പുസ്തകത്തിന് മുമ്പിൽ ഇരിക്കുമ്പോൾ തന്നെ ഒന്നും അങ്ങോട്ട് ഒരു ഇതില്ല എന്ന് പറഞ്ഞ് ഇരിക്കുന്ന കുറേ ആളുകൾ ഈ വീഡിയോ കാണുന്നുണ്ടാകും. സോ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഇവിടെ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഇൻസ്റ്റാൾ ആയിരിക്കുന്നത്, നിങ്ങളുടെ ശരീരം പ്രവർത്തിപ്പിക്കുന്നത് ഒരു നെഗറ്റീവ് സോഫ്റ്റ്വെയർ ആണ്. സോ ആ നെഗറ്റീവ് സോഫ്റ്റ്വെയറിനെ നമ്മൾ അൺഇൻസ്റ്റാൾ ചെയ്തിട്ട് ഒരു പോസിറ്റീവ് സോഫ്റ്റ്വെയർ നമ്മൾ അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. കാരണം ഈ വീഡിയോയുടെ ഉള്ളിലാണ് നിങ്ങൾക്കുള്ള ടാസ്കുകൾ. അതെന്ന് വെച്ചാൽ കുറേ ദിവസങ്ങൾക്ക് ചെയ്യാനുള്ളതല്ല, ഈ ഒറ്റ സമയത്ത് ചെയ്യാനുള്ള ടാസ്കുകളാണ്. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ കണ്ടുകൊണ്ട് തന്നെ അത് ചെയ്യേണ്ട. കാരണം നിങ്ങൾക്ക് ആ സമയത്ത് ചിലപ്പോൾ ഫോണിന്റെ വേറൊരു ഉപയോഗം ഞാൻ ഇതിൽ പറഞ്ഞു വരാം. അതുകൊണ്ട് ഈ വീഡിയോ ആദ്യം ഒന്ന് മുഴുവൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുകയാണ്, ഈ മിഷൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യുകയാണെന്ന് തോന്നുവാണെങ്കിൽ എന്ത് ചെയ്യാം, ഇതിലെ ടാസ്കുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്തിട്ട് അത് പ്രകാരം ഓർഡറിൽ മുഴുവൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് തീർക്കുക. ആർക്ക് വേണ്ടി? എനിക്ക് വേണ്ടിയാണോ? അല്ല, നിനക്ക് വേണ്ടി. അപ്പൊ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ പോസിറ്റീവ് ആയിട്ടുള്ള കുമാരിയ സോഫ്റ്റ്വെയർ ആണ്. കുമാരിയ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ പറയുകയാണ്. സ്റ്റെപ്പ് നമ്പർ 1, നിങ്ങൾ പോയിട്ട് 1/2 ഗ്ലാസ് വെള്ളം കുടിക്കുക. സ്റ്റെപ്പ് നമ്പർ 2, വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങൾ പോയിട്ട് മുഖം നന്നായിട്ട് വൃത്തിക്ക് കഴുകുക. നല്ല രീതിയിൽ മുഖം കഴുകുക. മുഖം കഴുകിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ചെറിയ തുണി ഉപയോഗിച്ചുകൊണ്ട് മുഖം തുടയ്ക്കുകയും ചെയ്യുക. ഇനി സ്റ്റെപ്പ് നമ്പർ 3, മൂന്നാമത്തെ സ്റ്റെപ്പ് എന്നുള്ളത് നിങ്ങൾക്ക് കുറച്ച് സമയം എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ പഠിക്കുന്ന സ്ഥലം എവിടെയോ അവിടെ ഒന്ന് മൊത്തത്തിൽ ക്ലീൻ ആക്കുക. അതിനുശേഷം നിങ്ങൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളും, അതായത് ഇപ്പം ബെഡ്റൂം നിങ്ങൾ സ്ഥിരമായിട്ട് കിടക്കുന്നതാണ്, അവിടെയും മൊത്തമായിട്ട് ക്ലീൻ ചെയ്യുക. അപ്പം നിങ്ങൾ ഇരിക്കുന്ന അറ്റ്മോസ്ഫിയർ നല്ല വൃത്തിയാക്കി എടുക്കുക എന്നുള്ളതാണ് സ്റ്റെപ്പ് നമ്പർ 3. കാരണം ഒരു നെഗറ്റീവായിട്ടുള്ള അന്തരീക്ഷം, നെഗറ്റീവായിട്ടുള്ള ചുറ്റുപാടും നിങ്ങളുടെ മൈൻഡിനെ നെഗറ്റീവ് ആക്കും. അതുകൊണ്ട് ഈ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവണമെങ്കിൽ, വൃത്തിയിൽ ഇൻസ്റ്റാൾ ആവണമെങ്കിൽ വൃത്തിയുള്ളൊരു ചുറ്റുപാട് വേണം. സ്റ്റെപ്പ് നമ്പർ 4, ഇപ്പം എല്ലാവരുടെയും മനസ്സ് എന്നുള്ളത് വിദ്യാർത്ഥികളുടെ മൊത്തം ഓൺലൈൻ ക്ലാസ് ഒക്കെ ആയതുകൊണ്ടായിരിക്കാം നിങ്ങളുടെയൊക്കെ മനസ്സ് നിങ്ങളുടെ മൊബൈലാണ്. സോ ക്ലീൻ യുവർ ഫോൺ. എങ്ങനെ ക്ലീൻ ചെയ്യാം? നിങ്ങളുടെ മൊബൈലിൽ പോയിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ സമയം കളയുന്ന കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ടാകും. പോലെ സോഷ്യൽ മീഡിയാസ്, അതുപോലെ ചില ഗെയിമുകൾ, ഇവയൊക്കെ അൺഇൻസ്റ്റാൾ ചെയ്യുകയോ അതിന്റെ നോട്ടിഫിക്കേഷൻസ് ഓഫ് ആക്കുകയോ അതിൽ കയറാതിരിക്കുകയോ ചെയ്യണം. അതുകൊണ്ട് അൺഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. അങ്ങ് ചെയ്തേക്ക്. അപ്പോൾ പഠനത്തെ സഹായിക്കുന്ന ആപ്ലിക്കേഷന്റെ നോട്ടിഫിക്കേഷനും അതുപോലെ ആപ്ലിക്കേഷൻസും ഫോണിൽ വെക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി 5ാം സ്റ്റെപ്പ് നിങ്ങൾ ചെയ്യേണ്ടത്, അത്യാവശ്യം പ്രകൃതി രമണീയമായ ഒരു സൈലന്റ് ഏരിയയിൽ പോവുക. ആ ഏരിയയിൽ ഇരുന്നിട്ട് കണ്ണുകൾ അടയ്ക്കുക. കണ്ണുകൾ അടച്ചുകൊണ്ട് ഒരു 6 തവണ ദീർഘശ്വാസം വലിക്കുക, അതുപോലെ പതുക്കനെ വിടുക. അങ്ങനെ എന്ത് ചെയ്യുക, ദീർഘശ്വാസം വലിക്കുക, പതുക്കെ വിടുക. അങ്ങനെ 6 തവണ ചെയ്യുക. 6 തവണ ചെയ്തതിന് ശേഷം നിങ്ങൾ ചിന്തിക്കേണ്ടത്, നിങ്ങൾ ഇപ്പോൾ പഠിച്ചില്ല, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് നല്ല രീതിയിൽ വർക്ക് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന നെഗറ്റീവ് കാര്യങ്ങൾ, അതായത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് ചിന്തിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ പരീക്ഷയാണ്, ഒരു ഇത്ര സമയം കൂടിയുള്ളൂ, അത് പഠിച്ചില്ല എങ്കിൽ എനിക്ക് മാർക്ക് കുറയുന്നു, ഒപ്പം എൻ്റെ അധ്യാപകർ എന്നെ വേറെ രീതിയിൽ കാണുന്നു, എൻ്റെ വീട്ടുകാരെന്നെ ഒരു എന്താ പറയുക വല്ലാത്ത രീതിയിൽ കാണുന്നു, അതുപോലെ എൻ്റെ കൂട്ടുകാരനെ കളിയാക്കുന്നു, എൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ തല ഉയർത്തി നടക്കാൻ പറ്റുന്നില്ല. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചിന്തിക്കുക. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിത് പഠിച്ചിട്ടില്ല എങ്കിൽ, നിങ്ങൾ ഇത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന കാര്യങ്ങളാണ്. സ്റ്റെപ്പ് നമ്പർ 7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ സ്റ്റെപ്പ് നമ്പർ 6 കണ്ണ് അടച്ചുള്ളത് തുറക്കാനായിട്ട് പാടില്ല. തുറക്കാണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇനി പഠിച്ചു, നല്ല രീതിയിൽ നിങ്ങൾ വർക്ക് ചെയ്തു, നിങ്ങളുടെ ലൈഫിൽ വേണ്ടി മാക്സിമം ടൈം സ്പെൻഡ് ചെയ്തു എങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങളെ പറ്റി ചിന്തിക്കുക. ആദ്യം ചിന്തിക്കേണ്ടത് എന്താണ്? കുറേ അഭിമാനം, കുറേ സ്ഥലങ്ങളിൽ എന്നെ എല്ലാവരും നോക്കി അഭിമാനത്തോടെ നോക്കുന്നു, വീട്ടുകാർക്ക് ഒരുപാട് സന്തോഷമാകുന്നു, അവരെന്നെ കഷ്ടപ്പെട്ട് വളർത്തിയതിന് അവർക്ക് ഞാൻ ഒരുപാട് സന്തോഷം കൊടുക്കുന്നു. അതുപോലെ എന്നെ പഠിപ്പിക്കുന്നോ അങ്ങനെ എന്തൊക്കെ വിളിച്ച് കളിയാക്കിയ ചില എൻ്റെ കൂട്ടുകാരനെ അസൂയയോടെ നോക്കുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാലോചിക്കുക. അത് മാത്രം ആലോചിച്ചാൽ പോരാ, ഇതിപ്പോൾ ഒരു ഷോർട്ട് ടൈം ഗോളാണ്. ഇത്തരത്തിൽ ഞാൻ വളർന്നു വന്നാൽ ഭാവിയിൽ എനിക്കുണ്ടാകാൻ പറ്റുന്ന ഗുണം, എനിക്ക് നല്ലൊരു വീടുണ്ടാകുന്നു, കുറേ പൈസ കയ്യിൽ, കുറേ ട്രിപ്പ്, ബുള്ളറ്റിൽ റൈഡ്, അങ്ങനെ നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുക. കാരണം ആ ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾ വിചാരിച്ചാൽ സാധിക്കാൻ പറ്റുന്നതാണ്, നിങ്ങൾ മാത്രം വിചാരിച്ചാൽ സാധിക്കാൻ പറ്റുന്നതാണ്. നമ്പർ 8, 8ാമത്തെ സ്റ്റെപ്പിൽ എന്ന് പറയുന്നത്, നിങ്ങളിപ്പം ഇതെല്ലാം ചിന്തിച്ചു, നെഗറ്റീവ്സും പോസിറ്റീവ്സും ഒക്കെ മനസ്സിലാക്കി, ഇനി നിങ്ങൾ ഒരു 10-13 മിനിറ്റ് ഉറങ്ങുകയാണ്. നിങ്ങൾ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അലാറം വെക്കുക. അലാറത്തിൽ ഒരു 10 മിനിറ്റ് 13 മിനിറ്റ് കൂടി പോകരുത്. ഉറക്കം അങ്ങ് കൂടിപ്പോയി കഴിഞ്ഞാൽ ഈ ഇൻസ്റ്റലേഷൻ പ്രോസസ്സ് ഫെയിൽഡ് ആവും. സോ ഒരു 13 മിനിറ്റ് മാക്സിമം ഉറങ്ങുക. സ്റ്റെപ്പ് നമ്പർ 9 പറയുന്നത്, നിങ്ങൾ എഴുന്നേറ്റതിന് ശേഷം പോയിട്ട് ഒന്നും കൂടി വൃത്തിക്ക് മുഖം കഴുകുക. കഴുകിയ ഉടൻ തന്നെ 1 ഗ്ലാസ് വെള്ളം നിങ്ങൾ കുടിക്കുക.
ഇനി സ്റ്റെപ്പ് നമ്പർ 10 എന്നുള്ളത് മുഖം കഴുകി വെള്ളം കുടിച്ചാൽ ഉടൻ തന്നെ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഇനി എത്ര ദിവസം എക്സാമിനുണ്ട് അതൊരു ബുക്കിൽ എഴുതുക. അതുപോലെ ഓരോ സമയവും പഠിച്ച് തീർക്കണ്ട, റിവിഷൻ ഇത്ര സമയം മാറ്റി വെച്ചു അതുപോലെ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ ടൈം ടേബിൾ ഉണ്ടാക്കുക. നിങ്ങൾക്ക് SSLC അല്ലെങ്കിൽ നിങ്ങൾ +2 ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനിയുള്ള സമയത്ത് പഠിച്ചു തീർക്കാൻ പാകത്തിനുള്ള ഒരു ടൈം ടേബിൾ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഓൺലൈൻ ക്ലാസ്സിന്റെ സിറ്റുവേഷൻ ഒക്കെ വെച്ച് ഞാൻ ഉണ്ടാക്കിയ ഒരു ടൈം ടേബിൾ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് ഓൾറെഡി നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകാം. അപ്പോൾ ആ ഒരു ടൈം ടേബിൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അത് പറ്റില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൽ ചില അഡ്ജസ്റ്റ്മെന്റുകളൊക്കെ വരുത്തി നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പം ആ ഒരു ടൈം ടേബിൾ കൂടി ഈ സമയത്ത് ഉണ്ടാക്കുക. ഈ സ്റ്റെപ്പിൽ തന്നെ ചെയ്യേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഫോറസ്റ്റ് ആപ്ലിക്കേഷൻ, ഫോറസ്റ്റ് സ്റ്റേ ഫോക്കസ്ഡ് ഈ കാണുന്ന ആപ്പ് ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ഇത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ആ വീഡിയോന്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പം ഈ സമയത്ത് നിങ്ങൾ ഓരോ ദിവസവും നിങ്ങൾ പോസിറ്റീവായിട്ട് എത്ര ടൈം സ്പെൻഡ് ചെയ്യുന്നു എന്ന് നമുക്ക് കണ്ടുപിടിക്കാനും നമുക്ക് അതിനെ ഒന്ന് അനലൈസ് ചെയ്യാനൊക്കെ പറ്റിയ ഒരു ടൂളാണിത്. അപ്പോൾ ഈ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നിങ്ങൾ ദിവസവും ടാർഗറ്റ് വെക്കുമ്പോൾ ഈ ആപ്പിൽ നിങ്ങൾ പഠിക്കുമ്പോഴും അതുപോലെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 11 എന്നുള്ളത് കുളിക്കുക. നല്ല വൃത്തിക്ക് ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വന്നേ. നിങ്ങളൊന്ന് റെഡി ആവട്ടെ, നിങ്ങളൊന്ന് ശുദ്ധിയാവട്ടെ. മേത്തുള്ള ചെളിയൊക്കെ ഒന്ന് നല്ല വൃത്തിക്ക് കളയുന്ന രീതിയിൽ വേണം കുളിക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ശരീരവും മനസ്സെല്ലാം നമ്മൾ മാറ്റാൻ പോവുകയാണ്. അപ്പം നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്ന സോഫ്റ്റ്വെയർ നമ്മൾ ഇടുന്ന സിസ്റ്റം റെഡി ആണെങ്കിൽ മാത്രമേ കുറച്ചും കൂടി ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതുകൊണ്ട് എന്ത് ചെയ്യുക, നല്ല വൃത്തിക്ക് ഒന്ന് പോയിട്ട് കുളിച്ചിട്ട് വാ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്പർ 12, 12ാമത്തെ സ്റ്റെപ്പാണ്. നിങ്ങൾ കുളിച്ചു വന്നതിന് ശേഷം നിങ്ങൾ 5 മിനിറ്റ് മെഡിറ്റേഷൻ ചെയ്യുക. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിലേക്ക് ഒന്നും വരരുത്. കണ്ണുകൾ അടയ്ക്കുക, ശ്വാസം മുകളിലേക്ക് വലിയ പതിയെ വിടുക. അങ്ങനെ 5 മിനിറ്റ് ഒരു പ്രകൃതി രമണീയമായ സ്ഥലത്ത് പോയിരുന്നിട്ട് 5 മിനിറ്റ് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക. അടുത്ത 13ാം സ്റ്റെപ്പ് എന്നുള്ളത് ഈ 12ാം സ്റ്റെപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നതിന്റെ കണ്ണ് തുറക്കാനായിട്ട് പാടില്ല. തുറക്കാതെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പഴയ കാലത്ത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തോന്നിയിട്ടുള്ള നിമിഷങ്ങൾ, ഇല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ അഭിമാനിത ധൃതങ്ക പുളകിതനായ എന്നൊക്കെ പറയില്ലേ, അത്തരം നിമിഷങ്ങൾ ഉണ്ടാവും. ചില ഒരു വലിയൊരു അനുമോദനം കിട്ടുക, അല്ലെങ്കിൽ കുറേ ആൾക്കാർ നമ്മളെ ഏതെങ്കിലും ഏറ്റവും വലിയൊരു വ്യക്തി നമ്മളെ അഭിനന്ദിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മളെ ഒരുപാട് ആൾക്കാർ നമ്മളെ സന്തോഷത്തോടെ നോക്കുന്നു. അത്തരം ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ നടന്നിട്ടുണ്ടാവും. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും ഉണ്ടാവുമല്ലോ, ഏതെങ്കിലും. ഇനി അങ്ങനെ നടന്നില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഓർക്കുക മാത്രമല്ല, നിങ്ങൾ ഇവിടെ നിന്നും അവിടേക്ക് പോവുക. നിങ്ങൾ ഇപ്പോൾ അവിടെയാണ് ജീവിക്കുന്നത്. ആ സമയത്താണുള്ളത്. ചുറ്റും മൊത്തം കയ്യടികൾ, അല്ലെങ്കിൽ ചുറ്റും എന്തൊക്കെ സംഭവിക്കുന്നു, ഓരോരുത്തർ എന്നെ നോക്കുന്നത് എങ്ങനെ, അതെല്ലാം മനസ്സിൽ കറക്റ്റ് വിഷ്വലൈസ് ചെയ്യുക. എന്തൊക്കെയാണ് അപ്പോൾ സംഭവിച്ചത്, എന്തെല്ലാം കാര്യങ്ങളാണ്. ആ ഒരു സന്തോഷപരമായ നിമിഷങ്ങളിലേക്ക് ഒന്ന് പോവുക, ഒന്ന് ചെറിയൊരു പുഞ്ചിരിയോടെ. ഇപ്പോൾ ആ ലോകത്താണ്, പാസ്റ്റിലാണ്, ആ ഒരു സമയത്താണുള്ളത്. ഇപ്പോൾ പ്രസന്റിലേക്ക് വരേണ്ട ആവശ്യമില്ല. അങ്ങനെ അവിടെ ഒരു 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. നിങ്ങളുടെ ആ നല്ല നിമിഷങ്ങളിൽ 2 മിനിറ്റ് സ്പെൻഡ് ചെയ്യുക. ഈ 13ാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളിപ്പോൾ കണ്ണടച്ചിരിക്കുകയാണ്. ആ കണ്ണ് തുറക്കാനായിട്ട് പാടില്ല. ആ സ്റ്റെപ്പിന്റെ ബാക്കിയായിട്ട് തന്നെയാണ് 14ാമത്തെ സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്റ്റിൽ നിൽക്കുകയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ശ്വാസം ഒരു 5 തവണ മുകളിലേക്കും താഴോട്ടും പതിയെ വിടുക. അതിനുശേഷം പ്രസന്റിലേക്ക് വരിക. നിങ്ങൾ ഇപ്പോഴുള്ള സിറ്റുവേഷനിലേക്ക് വരിക. അതെ, അന്നുണ്ടായ പോലത്തെ ഹാപ്പി മൊമെന്റ്സിന്റെ ഒരു 100 ഇരട്ടി ഞാൻ എൻ്റെ ഫ്യൂച്ചറിൽ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കൈകൾ മുറുക്കെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് പറയുക, ഇതെൻ്റെ വാക്കാണ്, ഞാൻ എനിക്ക് തന്നെ നൽകുന്ന വാക്ക്. എന്നിട്ട് എന്ത് ചെയ്യുക, പതിയെ കണ്ണുകൾ തുറക്കുക. പതിയെ ഓപ്പൺ യുവർ ഐസ്. ഈ 15ാമത്തെ സ്റ്റെപ്പ് നിങ്ങളുടെ ലൈഫിലേക്ക് കാണുന്ന ദൈവത്തെയും കാണാത്ത ദൈവത്തെയും തൊഴുക എന്നുള്ളതാണ്. ആരാണ് കാണുന്ന ദൈവം? നിങ്ങളുടെ അമ്മ, അച്ഛൻ. അവരെ ഒന്ന് പോയിട്ട് എന്ത് ചെയ്യുക, ഒന്ന് പുഞ്ചിരിയോടെ നോക്കുക. അവർക്കൊരു വാക്ക് കൊടുക്കുക മനസ്സുകൊണ്ട്. ഇനിയിപ്പം ഒച്ചത്തിൽ വാക്ക് പറഞ്ഞാൽ ഇതൊക്കെ കുറേ കേട്ടിട്ടുള്ളതാണെന്ന് പറഞ്ഞ് അവർ ചിലപ്പോൾ നിങ്ങളെ ഓടിച്ചു വിടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക, അവരോട് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോയിട്ട് അവർ മനസ്സുകൊണ്ട് അവർക്കൊരു വാക്ക് കൊടുക്കുക, ഇല്ലെങ്കിൽ അവരുടെ അനുഗ്രഹം മേടിക്കുക. നിങ്ങളോടുള്ള വഴക്കൊന്നും പാടില്ല. ഇനി അവരോട് പുഞ്ചിരിച്ച് തന്നെ നിൽക്കുക. അവരെന്ത് ചെയ്യുക, അവർക്കൊരു അത്ഭുതം തോന്നണം, നിങ്ങൾക്ക് എന്തോ മാറ്റം കണ്ട പോലെ അവർക്ക് തോന്നണം. ആ രീതിയിൽ നിങ്ങൾ അവരോടൊരു പെരുമാറുക. അതിനുശേഷം ഇനി കാണാത്ത ദൈവം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു ദൈവം, നിങ്ങൾ ഏത് മതത്തിൽ വിശ്വസിക്കുന്നതാണെങ്കിൽ ആ ദൈവത്തെ പോയിട്ട് ഒന്ന് വണങ്ങുക. ഈ ഒരു മിഷൻ ഞാൻ കംപ്ലീറ്റ് ചെയ്യും, ഈ എക്സാം ദിവസം വരെ ഞാൻ ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യും എന്ന് ദൈവത്തിന് മുമ്പിലും ഒരു വാക്ക് കൊടുക്കുക. അതെനിക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ള അനുഗ്രഹങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുക. ഈ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജിയും കൂടി കിട്ടും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പ്ലാനായി എല്ലാമായി ഇനി ഫോറസ്റ്റ് ആപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ട് ഉപയോഗിക്കുന്ന അങ്ങ് തുടങ്ങിക്കോളി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സ്റ്റെപ്പാണ് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാളേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം ഈ സ്റ്റെപ്സ് നിങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി പറഞ്ഞു തരാം. ഈ ഒരു ടാസ്ക് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ ടാസ്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതായത് എല്ലായിടത്തും പുഞ്ചിരിക്കേണ്ട ആവശ്യമില്ല, ചില സ്ഥലങ്ങളിലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് പുഞ്ചിരിക്കുക. ഇതിന് വലിയ പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. നോക്കട്ടെ, ഇപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചേ, എന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചേ. അതന്നെ. ഈ ഒരു ചിരി എന്ത് ചെയ്യണം, നിങ്ങൾ ഈ ടാസ്കുകൾ ചെയ്യുമ്പോൾ, ഈ ഒരു സ്റ്റെപ്പുകൾ ചെയ്യുമ്പോൾ ഇടയ്ക്ക് ഒന്ന് ചിരിക്കുക. അതോടൊപ്പം നിങ്ങൾ വല്ല മോട്ടിവേഷണൽ ആയിട്ടുള്ള സോങ്ങുകൾ, ചെറിയ റോക്ക് മ്യൂസിക് ഒന്നും ഇടയ്ക്കരുത്. അത്യാവശ്യം നല്ലൊരു മോട്ടിവേഷൻ ആയിട്ടുള്ള ചെറിയ പ്രകൃതി രമണീയമായ ചില താളങ്ങളുള്ള ചില സോങ്ങുകൾ ഉണ്ടാക്കാം. ആ സോങ്ങുകൾ ബാക്ക്ഗ്രൗണ്ടിൽ പ്ലേ ചെയ്താൽ ഇത് നമുക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അത് പ്ലേ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ പുഞ്ചിരിയുടെ കാര്യവും മറക്കരുത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുണ്ട് എങ്കിൽ നിങ്ങൾ ഈ വീഡിയോൻ്റെ അടിയിൽ കമന്റ് ഇടുക. കാരണം എനിക്കറിയണം നിങ്ങൾ ആരൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ചേട്ടാ ഇത് ഒറ്റവട്ടം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് പിന്നെയും 2-3 ദിവസം കഴിഞ്ഞ് വീണ്ടും മാറില്ലേ?
ഒരു ആപ്ലിക്കേഷൻ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് വരും അല്ലേ? അതുപോലെ നിങ്ങളുടെ മനസ്സിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ഈ സോഫ്റ്റ്വെയറിന് എന്തെങ്കിലും വീണ്ടും നിങ്ങൾക്ക് നെഗറ്റീവിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും കൂടി ഈ വീഡിയോ കണ്ടിട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങൾ പതിയെ കുറച്ച് ദിവസം കൊണ്ട് തന്നെ മാറും, പൂർണ്ണമായും മാറും. നിങ്ങൾ പേടിക്കേണ്ട, കുറച്ച് ദിവസം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റുകൾ ചെയ്താൽ മാത്രമേ ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ എന്ന് ആലോചിക്കുക. അപ്പോൾ ഞാൻ അടുത്ത് അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് സിംഗിൾ ടൈം ചലഞ്ച് ഒറ്റ ദിവസം കൊണ്ട് കുറച്ച് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ടാസ്കുകളാണ് തന്നിട്ടുള്ളത്, നിങ്ങളൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടി. ഇനി സോഫ്റ്റ്വെയർ ഒന്ന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ ചില ടാസ്കുകൾ, ദിവസവും നിങ്ങളെ മാറ്റാൻ പറ്റിയ ടാസ്കുകൾ ഒരു ആപ്ലിക്കേഷൻ്റെ സഹായത്തോടെ നിങ്ങൾക്ക് അത് ആ ആപ്ലിക്കേഷനിൽ തന്നെ നിങ്ങൾക്ക് ചലഞ്ചുകൾ കാണാം. ആ സഹായത്തോടെ ചെയ്യാൻ പറ്റിയ ഒരു വീഡിയോ ആണ് അടുത്ത വീഡിയോ. അപ്പോൾ അതുകൊണ്ട് നോട്ടിഫിക്കേഷനിൽ ഓൾ അമർത്താൻ മറന്നു പോകരുത്. കാരണം നിങ്ങൾ ഇനിയുള്ള ദിവസങ്ങൾ പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുക, നിങ്ങൾ ഓൾറെഡി അനാവശ്യമായിട്ട് കുറേ സമയം പാഴാക്കി കളഞ്ഞിട്ടുണ്ട്. ഇനിയും നിങ്ങൾ ഇങ്ങനെ സമയം കളയാനാണ് പ്ലാൻ എങ്കിൽ നിങ്ങളുടെ ലൈഫ് എങ്ങോട്ടായിരിക്കും പോകുന്നത്? ചിന്തിക്കും മക്കളെ. നിങ്ങളും ജീവികളും തമ്മിലുള്ള വ്യത്യാസം എന്താ? നിങ്ങൾക്ക് പറവകളെ പോലെ പറക്കാനായിട്ട് കഴിയില്ല. നിങ്ങൾക്കൊരു ആനയുടെ ശക്തിയോ ആനയുടെ അത്ര വലിയ ശരീരമോ നിങ്ങൾക്കില്ല. നിങ്ങൾക്ക് പരുന്തിന്റെ കണ്ണുകളില്ല. അതുപോലെ ഒരു മുതലയെ പോലെയോ ചീങ്കണ്ണിയെ പോലെയോ നീന്താനും നിങ്ങൾക്ക് കഴിയില്ല. ഒരു പുലിയേക്കാൾ വേഗത്തിൽ ഓടാൻ നിങ്ങൾക്ക് കഴിയില്ല. അവയ്ക്കുള്ള പോലത്തെ കൂർത്ത പല്ലുകളോ കൂർത്ത നഖങ്ങളോ ഒന്നും നിങ്ങൾക്ക് ദൈവം തന്നിട്ടില്ല. പക്ഷേ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് എന്താണ്? ചിന്തിക്കാനുള്ള കഴിവ്. നിങ്ങൾക്ക് നാളെയെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങളുടെ പാസ്റ്റിലെ തെറ്റുകൾ തിരുത്തി ചിന്തിച്ച് മുന്നേറാനുള്ള കഴിവ്. അപ്പോൾ ഇത്തരം കഴിവുകൾ ദൈവം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അവരുടേതായിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ അവരുടേതായിട്ടുള്ള ചുറ്റുപാടിൽ ഒതുങ്ങിക്കൂടുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡ് കൊണ്ട് സ്വന്തമായിട്ടുള്ള ചുറ്റുപാട് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പം അതുകൊണ്ടാണ് മനുഷ്യൻ എല്ലായിടങ്ങളിലും ജയിച്ചത്. ആ കഴിവ് വെറുതെ കളയാതിരിക്കുക. നന്നായിട്ട് ചിന്തിക്കുക. ഈ ഒരു സോഫ്റ്റ്വെയർ നിങ്ങളുടെ മൈൻഡിൽ ഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് എപ്പോൾ വീണ്ടും മോട്ടിവേഷൻ കുറയുന്നു ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന്, നിങ്ങൾക്ക് കുറേ മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഫ്രണ്ട്സിന് ഇത് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. ഒപ്പം തന്നെ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പോയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്തേക്ക്. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് കാണുമ്പോൾ ആകെ 700 ഫോളോവേഴ്സേ ഉള്ളൂ. നിങ്ങളൊന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഫോളോ ബട്ടൺ തള്ളി പൊട്ടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 1000 ആക്കി തരാൻ വേണ്ടി പറ്റുമെങ്കിൽ അതും കൂടി ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുള്ള വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ.